എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കമലാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് മിസോറാമിലെ ചക്മാസ് ഉള്ള ഒരു സ്ഥലമാണ് കമലാനഗർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലാണ് നമുക്ക് അവിടെ ഒരു ഭയ്യ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയുണ്ട്. ഹായ് ഭയ്യ, आपका नाम? मेरा नाम सदक चकमा. ओके, ये पूरा चकमा का एरिया ना कमलानगर, मतलब लबुंग साइड में. मेन है ना. अच्छा अच्छा अच्छा, ഓക്കെ ഓക്കെ. हम किधर जाएगा? मार्केट जाएगा ना. अच्छा, നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോകണേ. അപ്പോൾ ആളുടെ വണ്ടിയാണ്ടോ പല കർണാടക രജിസ്ട്രേഷൻ പാലവാടി കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ദിവസമുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാഴ്ചകൾ കാണാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ മാർക്കറ്റിൽ പോകണേട്ടാ. ഇവിടെ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോണ റൂട്ടിലൊക്കെ. പിന്നെ പലയിടത്തും വലിയ വലിയ വണ്ടികളൊന്നും കയറില്ല. പിന്നെ മെയിൻ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് വീടുകളാണ്. ഇവിടെയുള്ള ആളുകളും ഫുള്ള് ചക്മാസാട്ടാ. इधर तो कमलानगर कितना तक है? 5 6 तक है ना. ഇവിടെ ഓരോ ഇതുണ്ട് കേട്ടോ. അതായത് കമലാനഗർ എന്ന് പറയുന്നത് 1 2 3 4 5 6 വരെ ഉണ്ടാ ഉള്ളത്. ആ ഏരിയ ഫുള്ള് ഇവർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്കൂള്, ഹോസ്പിറ്റല്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്ന വീടുകളൊക്കെ അല്ലേ, ഇത് മൊത്തം മുള കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ മിക്ക വീടുകളിലും മുളയും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ വീടുകൾ കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മുടെ ഒരു പുള്ളി ശരിക്കും ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. പിന്നെ അതുപോലെ പുള്ളി ഇലക്ട്രിക് വർക്ക്, പ്ലംബിങ് വർക്ക്, പിന്നെന്താണ് ബൈക്ക് റിപ്പയറിങ്, അങ്ങനെ മെക്കാനിക്കൽ വർക്കൊക്കെ എല്ലാം പുള്ളിക്ക് അറിയാം കേട്ടോ. പുള്ളി ശനി ഞായറും അവധിയാണ്. അപ്പോൾ ആ പണിക്കൊക്കെ പോകുന്നുണ്ട് പറഞ്ഞാൽ. ഞാൻ പുള്ളിയുടെ വീടൊക്കെ കാണിച്ചു തരാം. ചെറിയ വീടാണ് കേട്ടോ. അതും ഇങ്ങനെ മരം വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെയാണ്. നല്ല വീടാണ് കേട്ടോ. എന്തായാലും തിരിച്ച് നമ്മൾ പോകുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം. പുള്ളി ഇപ്പോൾ ഇവിടെ ആൻ്റെ വീട്ടിലെന്തോ ആവശ്യത്തിന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തോ ഈ വുഡിൻ്റെയൊക്കെ പണിയാണ്ട്. എനിക്കൊന്നും ഇതും പുള്ളിയുടെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളി വന്നിട്ട് പോവാട്ടോ. ഇന്നിപ്പം ബുധനാഴ്ച കൊണ്ട് മാർക്കറ്റ് ദിവസം എന്നാണ് പറഞ്ഞത്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്നാണ് പറഞ്ഞാൽ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ട്, ഇവിടെയുള്ള ആൾക്കാർ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാർക്കറ്റാണെന്ന് തോന്നുന്നത്. ഭയ്യ आपका नाम क्या है? वांगतो. आप इधर का है ना घर आपका? अच्छा अच्छा अच्छा, मछली का ये है ना, कहते हैं ना आपको? अच्छा, बिजनेस. अच्छा. അപ്പോൾ ആളുടെ സുഹൃത്താണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ജസ്റ്റ് ഈ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി പുള്ളീൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ടില്ലേ, ഇതേപോലെ ഓരോരോ സാധനങ്ങൾ ഓരോ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് അവർ ചെറിയ ചെറിയ കടകളിലേക്ക് ഇതേപോലെ എടുത്തിട്ട് പോകും. അവിടെ കുറച്ച് കടകൾ കാണുമല്ലേ, ഒരു പെട്ടിക്കടകൾ. അവർക്കൊക്കെ സാധനങ്ങൾ വരുന്നത് വണ്ടിക്ക് ഇതേപോലെ വരും. എന്നിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് നിർത്തും കേട്ടോ. എന്നിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ ഈ കാണുന്ന കടകളൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ സാധനങ്ങൾ വരുന്നത് ഇതേപോലെയാണ്. അതായത് ഓരോ വണ്ടിക്ക് ഇതേപോലെ ഓരോ ഗ്യാപ്പുകളിൽ കൊണ്ടുവരും. വല്ല ബൈക്കിനൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഓട്ടോ കൊണ്ടുവരും. എന്നിട്ട് അവർ അവിടെ ഇറക്കി വെക്കും കേട്ടോ. എന്നിട്ട് അവർ വന്നിട്ട് റോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ കള്ളന്മാരും പിടിച്ചു പറിക്കാരൊന്നും കേട്ടോ. ആ ഒരു സേഫ്റ്റി ഉണ്ട് ഇവിടെ മിസോറാമിൽ. പ്രത്യേകിച്ച് എല്ലാ മിസോറാമിലും അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വണ്ടിയിലൊക്കെ ചാവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് സേഫ്റ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഇവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതോ സ്കൂൾ തന്നെ പോയി സ്കൂളാട്ടെ കാണുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം നമ്മൾ അതായത് ഇന്നലെ നമ്മൾ സൈക്കിളും തള്ളിക്കൊണ്ട് വന്ന റൂട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. കാരണം എല്ലാ കടകളും ചെറിയ ചെറിയ കടകളാണ്. പക്ഷെ അവർക്ക് സാധനങ്ങൾ വന്നത് ഇതേപോലെ ഓരോ വണ്ടികളിൽ വന്നിട്ട് സാധനം ഇങ്ങനെ ലോഡ് ചെയ്തെടുക്കും. മെയിൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരും വണ്ടി, അതായത് ഇവിടുത്തെ ഔട്ട് ജംഗ്ഷനിൽ വരും. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയിലൊക്കെയാണ് കയറ്റിക്കൊണ്ട് വരാൻ. പിന്നെ അതുപോലെ ഇവർ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഏകദേശം 10 രൂപ കൂട്ടിയായിരിക്കട്ടെ. അതായത് MRP നിന്നും 10 രൂപ കൂട്ടിയാണ് വിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ മാർക്കറ്റാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇന്നലെ വന്ന വഴിയും കൂടെ ഉണ്ട് ഈ കാണുന്നത്. റോഡ് ഭയങ്കര പണിയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയാണ്. അതായത് മഴ സീസണാണ് ഇപ്പം. അത് കാരണം റോഡൊക്കെ ഭയങ്കര രീതിയിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സൈക്കിളെടുത്ത് വന്നതിനകത്ത് മൂഞ്ചി തന്നെ പറഞ്ഞിട്ടേ ഇപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാ കാണേണ്ടത്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമാണ്. എന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 3 സ്കൂളുകളും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കോളേജ്, +1 +2 കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചക്മ ഡിസ്ട്രിക്ട് കൗൺസിൽ അസോസിയേഷൻ.
ഇതൊക്കെ ഈ മാർക്കറ്റ് ഏരിയ ആണ് ഭയ്യ. അച്ഛാ ഇത് മാർക്കറ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒരു പബ്ലിക് സ്കൂളുണ്ട് കമല നഗരായി. പിന്നെ അതുപോലെ ഇവിടെ ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഉണ്ടല്ലേ ഇതൊരു ടെമ്പിളാണ് കേട്ടോ, ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ये भी ബുദ്ധിസ്റ്റ് ടെമ്പിൾ है ना, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. ഇത് മാർക്കറ്റ് ദിവസം ഉണ്ടോ, അപ്പോൾ അത് കാരണം അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്നത് അതിരാവിലെ ഉണ്ട്, അതായത് അതിരാവിലെ അല്ല, ഒരു 8 മണിയൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ടല്ലേ. ഇവിടെ കൂടുതൽ ആൾക്കാരും ഇവിടെയുള്ള ആൾക്കാർ ബോയിൽഡ് ഫുഡല്ല കേട്ടോ അധികം കഴിക്കണത്. ഇവർ മസാല കാര്യങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണത്. ആകെ മിസോക്കാർ മാത്രമേ കേട്ടോ എല്ലാ ഇതും, അതായത് ഇറച്ചി ഉൾപ്പെടെ എല്ലാം ബോയിൽ ചെയ്ത് കഴിക്കണേ കേട്ടോ. ഉണ്ടല്ലേ ഒരുപാട് പച്ചക്കറി ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ. ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലമില്ലേ, ആ ഒരു സ്ഥലം തന്നെ കേട്ടോ. അത് ശരിക്കും ഞാൻ ഇന്നലെ വന്ന സമയത്ത് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഈ കമലാനഗർ 1 ഇതാണ്ട് കമലാനഗർ 1 ആണിത്. അതുപോലെ നമ്മൾ തിരിച്ചു പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഇവിടേക്ക് വന്ന വഴിക്ക് നമ്മൾ ഇന്നലെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടായിരുന്നു. പക്ഷേ കുറേ പേരൊന്നും കാണാൻ കിട്ടാനില്ല കേട്ടോ, അല്ലെങ്കിൽ അവരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ളും മറ്റേ തുണിയുടെയും ചെരുപ്പിൻ്റെയൊക്കെ ഏരിയ കേട്ടോ. കാരണം ഇവിടെ കൂടുതലും മറ്റേ ആസാമിലുള്ള ആൾക്കാർ വന്ന് സെറ്റിലായിട്ടുണ്ട് കേട്ടോ. അവരിവിടെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ഇവിടെ കടയൊക്കെ നടത്തി ജീവിക്കാൻ കേട്ടോ. ഒരുമാതിരി ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഒരു ഉള്ള മാർക്കറ്റാണ്. ഞങ്ങൾ ജസ്റ്റ് വണ്ടിക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കേക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇതൊരു വലിയ മാർക്കറ്റാണ് കേട്ടോ. കാരണം ഇതൊരു വലിയൊരു ഗോഡൗൺ പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ മീൻ ഇറച്ചി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെയല്ലേ വണ്ടി ഒതുക്കണമെങ്കിൽ നമുക്കൊന്ന് കയറി ഷൂട്ട് ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ നേരത്തെ വന്ന സ്ഥലത്ത് എത്തിയിട്ടാ. ഈ കാണുന്നതാണ് ഒരു മഹാമുനി ബുദ്ധ വിഹാർ എന്ന് പറയുന്നത്. 1964 കേട്ടോ പണിതത്. കണ്ടില്ലേ भैया इसका अंदर वीडियो करने के लिए कोई ഒരു കൊച്ചു കരയുണ്ട് കേട്ടോ. അവന് എന്തിനാ കരയണ അറിയില്ല കേട്ടോ. ഇതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ കേട്ടോ. കണ്ടില്ലേ ശരിക്കും ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ. ശരിക്കും പിന്നീടാണ് ഇവരുടെ അതായത് പല ആൾക്കാരും ക്രിസ്ത്യാനിറ്റീസും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചത്. അങ്ങനെ എന്നോട് പുള്ളി പറഞ്ഞത്. പിന്നെ സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിരുന്ന ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ഒരു ഇത് കൊടുത്തേക്കണണ്ടില്ലേ, ഇതെനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയണത് മഹാമുനിയുടെ സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല അവിടെ കുറേ ശിഷ്യന്മാരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇതാണോ എന്നെനിക്ക് അറിയില്ലല്ലോ. ഉപഗുപ്ത മഹാതേര എന്ന് പറഞ്ഞൊരു ബുദ്ധൻ്റെ ഇതാണെന്ന് കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഓരോരുത്തൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശിവാലി മഹാതേര. അതുപോലെ ആ കാണണമെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഇവർ പിരിവും കാര്യങ്ങളൊക്കെ നടത്തണേന്ന് തോന്നുന്നുണ്ടോ. ഇന്നലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇല്ലേ മഹാമുനി ബുദ്ധവിഹാർ, അതായത് ഈ ഒരു ബുദ്ധവിഹാറിൽ ഉണ്ടായിരുന്ന ആളുകളാണ് കേട്ടോ. അതായത് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയ ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഇതാണ് കേട്ടോ ബുദ്ധൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറത്തു നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഇതാണ് മഹാമുനിയുടെ ഒരു സ്റ്റാച്ചു കേട്ടോ. ഇതേപോലെ ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മളങ്ങനെ കമലാനഗർ 1 നിന്നും കമലാനഗർ 2 എത്തി. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളുകൾ, അത് ഓരോ കമലാനഗറിലും 2-3 സ്കൂളുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ചക്മയുടെ വില്ലേജും പിന്നെ അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ, ഇവരുടെ മാർക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലേ ഇതൊക്കെ ഫുള്ള് മറ്റേ മുളകൾ വെച്ചുണ്ടാക്കിയ വീടുകളാണ്. അതായത് മുളയുടെ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ വീടുകൾ കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ വേലിയൊക്കെ ഫുള്ള് മുള കൊണ്ടുണ്ടാക്കിയതാണ്.
നമ്മൾ വന്ന വഴിയാണ്ട് ഈ കാണുന്നത്. റോഡൊക്കെ ഭയങ്കര സീനാണ്. നമ്മൾ ഈ വഴി കൂടെ എങ്ങനെ പോകുന്ന ആലോചിക്കണം. ചവിട്ടാൻ പറ്റിയെങ്കിൽ ഇന്നേ കുഴപ്പമില്ല കേട്ടാ. അതില്ലേ വണ്ടിക്കാരൊക്കെ പോണ നോക്കി. അതുപോലെ നല്ല പുകയെ കണ്ടില്ലേ, ഇത് ഫുള്ള് മറ്റേ കുക്കുമ്പറാണ്ടാ ഇതില്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡെയിലി. അതുപോലെ തന്നെ വിലയും അതേപോലെ തന്നെയാണ് കേട്ടോ. കാരണം അത് വന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ലുങ്ലി അതുപോലെയുള്ള ടൗണുകളിൽ നിന്നൊക്കെ ആയിക്കോട്ടെ ഓരോരോ സാധനങ്ങളൊക്കെ വന്നത്. ചിലപ്പോൾ 10 രൂപ കൂടും. അതായത് MRPന്ന് ഏകദേശം 10 രൂപ കൂടുതലായിക്കോട്ടെ മേടിക്കണം. ഉണ്ടല്ലേ ഒരുപാട് ഓട്ടോയും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ പക്ഷേ പോണ റൂട്ടൊക്കെ ഭയങ്കര സീനാണ്. കാരണം നമ്മൾ ഇന്നലെ വന്ന വഴിയൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. ഭയങ്കര ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വഴി വേണം നമുക്ക് ഇറങ്ങാൻ കേട്ടോ. അതില്ലേ നമ്മൾ ജസ്റ്റ് അങ്ങാടി ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കണേ പുള്ളി. ഇതൊരു മെഡിക്കൽ സെൻ്ററാണ് കേട്ടോ. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അല്ലേ കാണുന്നത്? ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏരിയ ഉണ്ട്. ഹെഡ് ക്വാർട്ടർ അതേപോലെ തന്നെ അവരുടെ ഹോം വീട് കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ലബോറട്ടറി പിന്നെ അതുപോലെ ഇവിടെയുള്ള ഈ ഹോസ്പിറ്റലിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാം ഇവിടെ ഉണ്ടാകും. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. പിന്നെ അതായത് പോലീസ് സ്റ്റേഷനാണ്. ഇതില്ലേ പോലീസ് സ്റ്റേഷൻ ചുമട്ടെ. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 60-70% ആളുകൾ ഗവൺമെൻറ് ജോലിക്കാരാണ്. കൂടുതലും ആൾക്കാർ എല്ലാ ആളുകൾക്കും ഗവൺമെൻറ് ജോലി ഉണ്ടാവും കേട്ടോ. അത് ഇവിടുത്തെ മെയിനാണ്. കാരണം ഇവിടെ ഗവൺമെൻറ് ഓഫീസ് ഇതൊക്കെ ബോത്ത് ഗവൺമെൻറ് ഓഫീസാണ് ഭയ്യ. ഇവിടെ കുറേ ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ എനിക്ക് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടാവും കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ചുങ്ടിയിലെ കോളേജ്, ഗവൺമെൻറ് കോളേജ് കമലാനഗർ. ഇവിടെ സ്കൂള് കോളേജ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളുണ്ട്. ഇത് ഗവൺമെൻറ് കോളേജാണ് കേട്ടോ. भैया इधर एक ही कॉलेज है? अच्छा, इधर में कौन सा सब्जेक्ट भी है इधर? डिग्री BA BCom वगैरह? BCom नहीं होता है ना? वो तो BA. अच्छा BA ആർട്സ്. ഓക്കെ. ഇവിടെ BA ഉണ്ട് മെയിനായിട്ടുള്ളത്. അല്ലാണ്ട് BCom കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോണ വഴിക്കൊന്ന് കയറി വീഡിയോ എടുത്താണ് കേട്ടോ. भैया जाएगा इधर तो बहुत नहीं है. अच्छा अच्छा अच्छा. ഓ ഐസോൾ വഗേറ है ना. ഇതാണ്ട് കോളേജ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോളേജും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ആകെ BA മാത്രമേ ഉള്ളൂ കേട്ടോ. BA ആർട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലുങ്ലേ പോകേണ്ടി വരും ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഐസോൾ പോകേണ്ടി വരും. तो ഐസോൾ और लुंगले में मिलेगा ना दूसरा कोर्स वगैरह? अच्छा. ഇവിടെ പുള്ളിയുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. भैया कुत्ता कोई को. अच्छा आपका नाम क्या है भैया? अच्छा भंडार. भैया भैया भंडार. अच्छा अच्छा नीचे आएगा. ये कुत्ता को थोड़ा डन करो. अच्छा पट्टी. हम लोग अभी बहुत बिजी है ना. अच्छा आपका नाम क्या है भैया? रिपन है. रिपन है. अच्छा आपका नाम क्या है? रक्षा है. हाय बोले हाय. ये आपका घर है ना? अच्छा. हम लोग भी बहुत बिजी है ना. हाँ वो फिजियोथेरापिस्ट है. ओ फिजियोथेरापिस्ट है. अच्छा मतलब सुबह जाता है वो कमलानगर में होम विजिट. अच्छा उसके बाद आएगा और खाना पका के और मुझे ऑफिस में जाना पड़ता है. अच्छा अच्छा. आप तो ड्यूटी वगैरह कुछ है इधर में. अच्छा अच्छा अच्छा. और तो सब बढ़िया. फिर तो ബൈ ബൈ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ പുള്ളിൻ്റെ വീട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങളുടെയൊക്കെ ഒന്നും അറിയില്ല. ഓക്കെ ഭയ്യ. ഓക്കെ ടീക്ക് ഭയ്യ. ഞങ്ങളിങ്ങനെ ഓരോരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണേ കേട്ടാ. ഏതോ ഈ ജഗ നാം ക്യാ ഹൈ? ബാജേശ്വര. ബാജേശ്വര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അതായത് ഇത് കമലാനഗറിൻ്റെ ഒരു പാർട്ടാണിത്.
ഇവിടെയൊക്കെ മത്സ്യകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തവും മത്സ്യകൃഷിയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പോകണമെങ്കിൽ ഇവിടെയും ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട് കേട്ടോ. വെൽക്കം ടു 8th അതന്നെ നമ്മൾ ഈ പോണതേ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്ട. ഇവിടെ നിന്ന് ഏകദേശം കുറച്ചുള്ളൂ, ഏകദേശം നമ്മൾ എത്തിയിട്ടോ. അതവിടെ ഒരു കാണുന്നുണ്ട്, അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്തൂപം പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇതാണ്ടാ താമരത്തിൻ്റെ കാണുന്നുണ്ട് അവിടെ. നമ്മളങ്ങനെ ഈ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. ശരിക്കും ഇതൊരു ടെമ്പിൾ ആണെങ്കിലും ഇതല്ല കേട്ടോ ശരിക്കും ടെമ്പിൾ. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെ ഒരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു താൽക്കാലികമായി പണിതൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇത് ഏകദേശം 1964 ആ ഒരു സമയത്താണ് ശരിക്കും ചക്മാസ് വന്നേക്കുന്നത് ഈ ഒരു ഇന്ത്യയിലേക്ക്. പിന്നീടാണ് അവരുടെ വീടുകളും കാര്യങ്ങളും കെട്ടിപ്പടുക്കുകയും പിന്നെ അതുപോലെ അവരുടെ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം 2 ടെമ്പിൾ കാണാൻ വേണ്ടി പോയിട്ടാണ്. ബാക്കിയും ഒരുപാട് ടെമ്പിളുകളുണ്ട്. ഇപ്പോഴും ടെമ്പിളുകൾ കാര്യങ്ങൾ പണിയുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമില്ലേ ഇത് ഇവരുടെ പഴയ ടെമ്പിളാണ് കേട്ടോ. അത് വീണ്ടും ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങാടേക്ക് പോകണേ കേട്ടോ. ശരിക്കും പുള്ളി ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇവരുടെ പല പല ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പുള്ളിയാണ് കേട്ടോ. പുള്ളി ശരിക്കും ഒരു ബുദ്ധിസ്റ്റാണ്. പുള്ളി എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ അത്യാവശ്യം ബുദ്ധൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വന്യമൃഗജീവികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ റോഡ് വന്ന് വീടുകൾ വന്ന് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വന്ന് അതിനെ തുടർന്ന് കാടുകളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. പിന്നീട് മൃഗങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറേ ആൾക്കാരൊക്കെ വേട്ടയാടി എല്ലാ മൃഗങ്ങളെയൊക്കെ പിടിച്ച് തിന്ന് അങ്ങനെ കുറേയൊക്കെ പോയിട്ടാണ്. ഇവിടെ അത്യാവശ്യം ആളുകളിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല റോഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എൻ്റെ പൊന്നു ഇതിവരിന്നെ എന്ന് പണിയായിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇതിനും ഇടങ്ങേറായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞ റോഡിൻ്റെ. കാരണം ഇവിടെ മൊത്തം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. പിള്ളേർക്കും വണ്ടിക്കാർക്കും അങ്ങാടി ഇങ്ങാടൊക്കെ സഞ്ചരിക്കാനൊക്കെ ഭയങ്കര പണിയാണ്ടാവും. ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം കാരണം. വേറെ എങ്ങോട്ടൊക്കെ പോണേട്ടാ. അപ്പോൾ അത് ഒരുവിധം നമ്മൾ കയറി വന്ന് കണ്ടില്ലേ റോഡ് വഴി ഇതാണ്ടാ. ഇത് ഏതൊക്കെയോ സ്ഥലത്തേക്ക് മൂപ്പര് എന്നെ കൊണ്ടുപോകണേണ്ട. അപ്പോൾ നമ്മളിത് വണ്ടി ഒരു കണക്കിനാണ് എടുത്തിട്ട് പോണത്. ഇവിടെ എന്തോ കാണാനുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞാൽ. എന്തായാലും പോയി നോക്കാം. ഇതിലേക്ക് കാണാനൊക്കെ എന്തോ നട്ടു വെച്ചേക്കേണ്ട. पहले रास्ता है भाई इधर, पहले भी रास्ता है इधर. हाँ ലാൻഡ്സ്ലൈഡ് ആയ ഇവിടെ നേരത്തെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. ഈ കാണുന്നത് മൊത്തം മണ്ണിടിഞ്ഞ് വീണതാണ് കേട്ടോ. അങ്ങനെ ഇവിടെയും ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട് കേട്ടോ. അവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല കാരണം ഭയങ്കര തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ചെരുപ്പാണ് ഈ തേന്നിരിക്കുന്ന ചെരുപ്പാണ്. നമ്മൾ ഷൂസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം എന്നോട് പുള്ളി പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങാടേക്ക് കൊണ്ടുവന്നേ കേട്ടോ. ये भी कितना साल हो गया? ये कितना साल हो गया ये बना? ये नया है? नया नहीं है ना, बहुत पुराना हो गया ना. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കണ്ടാകുന്ന കേട്ടോ. मैं तो गूगल सर्च करने का टाइम में ना ये फ़ोटो भी देखा. हाँ ये वाला फ़ोटो देखा. क्योंकि ये गुफा में नस्ल है ना. हाँ ये जब ये बना रहा था पूरा फॉरेंशियल लोग आके फॉरेंशियल. अच्छा ഇത് ശരിക്കും പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ട് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ടെമ്പിൾ ഇവിടെ പണിതെന്നാണ് പറഞ്ഞാൽ. നോക്കി ബുദ്ധൻ്റെ ചെറിയ ചെറിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പ്രതിമകളുണ്ട് കണ്ടില്ല പല സ്റ്റൈലിലും പല എനിക്കൊന്നും ഓരോരോ ബുദ്ധന്മാരുടെ ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഉണ്ട് കേട്ടോ ഒരിത്. ശരിക്കും ഇവിടെ കൂടുതലും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു കാക്ക കണ്ടില്ല നിന്ന് കൊടുക്കണൊക്കെ കയ്യിലിപ്പോൾ കൊത്തു കേട്ടാ. ഇല്ല കൊത്താണല്ലോ. इसको क्या हो गया? अपना आ गया है मंदिर में.
मंदिर में अपना आ गया। अच्छा 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 അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ബുദ്ധിസ്റ്റുകളുണ്ട് അവിടെ. ഇവർ വളർത്തണ കാക്കയാണെന്ന് തോന്നണേ, അല്ലേ കുഞ്ഞിക്കാക്ക. ശരിക്കും ഇതെല്ലാം നോക്കി നടത്തണ കേട്ടല്ല ഈ ഇവിടെയുള്ള ചക്മാസാണ്. അതായത് അവരും ബുദ്ധിസ്റ്റുകളാണ്. നമ്മുടെ ഈ ഒരു ബയ്യല് പുള്ളിയും ഒരു ബുദ്ധിസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല ആൾക്കാരും പിന്നീട് മതങ്ങളൊക്കെ മാറി എന്ന് പറയണ്ടല്ലോ. അതായത് കുറേ പേരൊക്കെ എന്താണ് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുള്ളീനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ചരിത്രവും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തർ ഷെയർ ചെയ്യണ കഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ കൊണ്ടുതന്നെ കേട്ടോ, ഈ ഒരു വീഡിയോയിൽ കൊണ്ടുതന്നെ കേട്ടോ. എന്നില്ല പുള്ളി അതിനെ കളിപ്പിച്ചിട്ടിരിക്കണേ കൊത്താമന്. നമ്മളങ്ങനെ തിരിച്ച് ഉള്ളിലെ വീട്ടിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് മുപ്പൻ്റെ വീട്. പുതിയൊരു വീട് പണിതാണ് കേട്ടോ ഇവര്. കണ്ടില്ലേ അതെല്ലാം മരം വെച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മൾ ഇവിടെയാണ് താമസിച്ചത് കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ വീണ്ടും ഉള്ള കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ഇവൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പം എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭയ്യാ ഓക്കെ. അപ്പം നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടാ. അപ്പം ഇനി ഭക്ഷണം കഴിക്കാം. എന്തായാലും നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കറി, ഇറച്ചിക്കറി, പിന്നെ ഈയത്തോ ആലുവേന, ഇത് ഇതാണ്ടാ ഉരുളൻകിഴങ്ങ്, മുട്ട ചിക്കിയത്, പിന്നെ ഒരു ഇലക്കറി, ഇതും ഒരു ഇറച്ചിക്കറി തന്നെ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം കേട്ടോ. ഇറങ്ങണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗെല്ലാം സെറ്റ് ചെയ്യണം. ഭയ്യ ഓക്കെ താങ്ക് യു ദീദി ഫിർത്തോ മിലേഗ. അപ്പോൾ നമ്മൾ സൈക്കിളെല്ലാം പാക്ക് ചെയ്തിട്ടാ. അപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്. ഹായ് ഭയ്യ आपका नाम क्या है? मेरा नाम दारूस। आपका नाम क्या है दीदी? चमचम। हाय आपका नाम क्या है? ബോറോൺ. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ നിന്ന് സൈക്കിള് എല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഭയ്യ തോ താങ്ക് യു ദീദി. നമ്മളങ്ങനെ പയ്യെ ഇന്നലെ വന്ന റൂട്ട് തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കണേണ്ട. നല്ല വെയിലുണ്ട് കേട്ടോ. തള്ളിക്കൊണ്ടാണ് പോണത്. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കാം കേട്ടോ. വല്ല വണ്ടിയും കിട്ടിയാൽ സെറ്റാകാൻ. ഒന്നിലേക്ക് ചുമക്കും അല്ലെങ്കിൽ ലുങ്ലെ വരെ വണ്ടി കിട്ടിയ ആശ്വാസം. അല്ലെങ്കിൽ ചുമക്കും വരെയാണ് നമ്മൾ നോക്കണത്. ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ എന്തുകൊണ്ട് ചുമക്കുമ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ആൾക്കാരാണ്. ഹായ് ഭയ്യ എനിക്ക് ഹായ് കറോ. ഓക്കെ ടീക്കെ ഓക്കെ ഭയ്യ സി യു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പോണ വഴിക്ക് കണ്ട. അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടി. ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. യൂട്യൂബർ ഹേ ഹായ് കറോ, ഫോളോ കറോ. നമ്മളങ്ങനെ കമലാനഗറിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. താങ്ക് യു. കണ്ടില്ലേ. പിന്നെന്തായാലും നമ്മൾ ലുങ്ലെ എത്തിയാൽ മതിയായിരുന്നു. വല്ല വണ്ടി കിട്ടിയാൽ ലുങ്ലെ പിടിക്കണം കേട്ടോ. അങ്ങനെ ചക്മാസിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ശരിക്കും ചക്മാസ് എന്ന് പറയുന്നത് 1964 ആ ഒരു സമയത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ഇന്ത്യയിൽ വന്ന ആൾക്കാരാണ്. കാരണം അന്ന് ബംഗ്ലാദേശിൽ മതത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ അവിടെ നിന്ന് മാറിയിട്ട് ശരിക്കും ഈ ചക്മാസ് എന്ന് പറയുന്നത് ബുദ്ധമതക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോയ സ്ഥലങ്ങൾ കണ്ടില്ല, ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബംഗ്ലാദേശ് ഭാഷയും അതുപോലെ തന്നെ മിസോ ഭാഷ അറിയാം. അതുപോലെ അവരുടെ ഭാഷ എന്ന് പറയുന്നത് ചക്മേട്ടാ. പിന്നെ നല്ല രീതിയിൽ ഹിന്ദി കാര്യങ്ങളൊക്കെ സംസാരിക്കും. എല്ലാ ആളുകളും സംസാരിക്കും കേട്ടോ. ശരിക്കും ഇത് വന്നത് ഉള്ളിലായിട്ടുള്ള ഒരു ഗ്രാമമാണ് വന്നത്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. അതായത് സ്കൂള്, കോളേജ്, അങ്ങനെ ഹോസ്പിറ്റല്, പിന്നെ ഏകദേശം 70% ഗവൺമെൻറ് ഓഫീസുകളുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നണേ 70% ആളുകൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവർക്കും ഉണ്ട് ഗവൺമെൻറ് ജോലി. പിന്നെ ഉള്ളത് കൃഷിയൊക്കെ കുറച്ചാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒരുപാട് വരുന്നത് ആസാമിൽ നിന്നും അതുപോലെ തന്നെ മെയിൻ ഏരിയകൾ ഇപ്പോൾ പറഞ്ഞ പോലെ ലുങ്ലൈ അതുപോലെ തന്നെ ഐസോൾ ആ ഒരു ഏരിയകളിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങളുണ്ട്. അതുപോലെ അവിടെ സാധനങ്ങളൊക്കെ റേറ്റ് കൂടുതലാണ് കേട്ടോ. അതുപോലെ പെട്രോൾ പമ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. പെട്രോളിനൊക്കെ തന്നെ എത്ര 110-115 വെച്ച് ലിറ്ററിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ആളുകളൊക്കെ എല്ലാം ഭയങ്കര സ്നേഹവും ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഏകദേശം മതത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് ഇപ്പോൾ ഉള്ളത് ബുദ്ധിസമാണ് മെയിനായിട്ടുള്ളത്. പിന്നീട് കുറച്ച് ആളുകൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് അങ്ങനെ അവിടെ ചർച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് പണിത് കേട്ടോ.
ഇപ്പോൾ കൂടുതലും ഉള്ളത് ബുദ്ധിസ്റ്റുകളാണ്, പക്ഷേ ചെറിയ പക്ഷം ആളുകൾ അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ നമ്മൾ ചർച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം അവിടെ നിന്നുള്ളൂ. രാവിലെ ഫുള്ള് കറങ്ങി, വേറെ ഒന്നും കാണാനില്ല കേട്ടോ. ബോർഡറൊക്കെ അവിടെ നിന്ന് ഏകദേശം ഒരുപാട് ദൂരം പോകാനുണ്ട്. റോഡൊക്കെ ഭയങ്കര മോശം എന്നാട്ടോ പറഞ്ഞാൽ. ഞാൻ ആ പുള്ളിയുടെ വണ്ടിക്കാണ് കറങ്ങിയത്. നമ്മുടെ സൈക്കിളിന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല, ആകെ ഇടങ്ങേറായി പോയിട്ടാ. ഇപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോണത് ലുങ്ലേയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകണ വഴിക്ക് നമുക്കൊരു ലിഫ്റ്റ് കിട്ടാ. കാരണം ഇവിടെ റോഡ് ഭയങ്കര സീനാണ്, നല്ല രീതിയിൽ ടയേർഡായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഭയ്യാനൊക്കെ. ഹായ് ഭയ്യ, आपका नाम क्या है? इंटिमा. कीमा. आप किधर का है प्रॉपर? आप किधर का है प्रॉपर? लुंगले. अच्छा 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 अच्छा. ये तो आप ये डिलीवरी का सामान तो लेके जाएगा ना? ये कोरिया रूट में लाबुंग चोंगते लुंगले. अच्छा, लाबुंग चोंगते लुंगले है ना? वो 3 रूट है ना आपका? अच्छा अच्छा अच्छा. ആളാണ്ട് നമുക്ക് ഇന്ന് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നത്. കാരണം നമ്മുടെ സൈക്കിൾ ഭയങ്കര പണിയാണ്. എൻ്റെ പാൻറ്റൊക്കെ പോയിക്ക് ഫുള്ള് അഴുക്കായിട്ടാണ്. അപ്പം മൂപ്പരാണ് എനിക്ക് ലിഫ്റ്റ് തന്നാൽ. പുള്ളി തന്നെയാണ് കഷ്ടപ്പെട്ട് കയറ്റിയിട്ടാ. കണ്ടില്ല, റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. ഭയങ്കര പരിതാപകരമാണ് റോഡ്. കാരണം ഇത് ഈ ചെയ്യണത് ഇവിടുത്തെ നാട്ടുകാരാണ് കേട്ടോ, റോഡ് കാര്യങ്ങൾ പണിയണത്. കാരണം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ये तो पूरा ये गाँव वाला भी बनाएगा रोड. ये है ना, गाँव वाला है पूरा बनाएगा रोड. नहीं, गवर्नमेंट का तरफ से कुछ नहीं. അതന്നെ. അപ്പോൾ ഇവിടെ എന്താ പറയുമ്പോൾ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ റോഡ് പണി കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല കേട്ടോ. കാരണം ഇവിടെയുള്ള ആളുകൾ തന്നെ അവരുടെ വണ്ടി വെച്ച് അവർ ചെയ്യണതാണ്. നമ്മൾ എവിടെയാണ് ഈ ചൊങ്ടയിലൊക്കെ പോയല്ല. ചൊങ്ടയിൽ നിങ്ങൾ രാവിലെ ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും. അതും ഫുള്ള് നശിഞ്ഞിരിക്കാനായിട്ടാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതില്ലെന്നാണ് അവർ പറയണത്. കാരണം ഭയങ്കര സീനാണ് റോഡും കാര്യങ്ങളൊക്കെ. കണ്ടിരിക്കുന്നതാണ് അവസ്ഥ കേട്ടോ. ചിലപ്പോഴൊന്നും വണ്ടിയൊന്നും എടുക്കില്ല, ഭയങ്കര സീനാണ്. നമ്മൾ രാവിലെ വണ്ടി വയ്ക്കൊക്കെ ഭയങ്കര പണിയായിരുന്നു. ഇനിയിപ്പോൾ പോകണമെങ്കിൽ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ. അങ്ങനെ നമ്മൾ ലുങ്ലേയിലെത്തി കേട്ടോ. നമ്മൾ സൈക്കിൾ കാര്യങ്ങളെല്ലാം ഇറക്കി. ഭയ്യ താങ്ക് യു. ഓ, ആളെ പൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഭയ്യ. അപ്പോൾ ആളുടെ വണ്ടിയിലാണ് നമ്മൾ കയറ്റിയേക്കണം. അപ്പോൾ ആൾക്ക് കൊറിയറിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സൈക്കിളെല്ലാം സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ നല്ല കോടയുണ്ട് കേട്ടോ. ഈ കാണുന്നില്ല, പുക പോലെ കാണുന്നത് കോടയുണ്ട് കേട്ടോ. ഭയങ്കര കോടയുണ്ട്, ഒന്നും കാണാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അന്വയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഹായ് ഹായ് भैया, आपका नाम क्या है? मेरा नाम है नजीम. नजीम. आप लोग किधर का है? हम लोग आसाम का है. आसाम का है ना? अच्छा अच्छा अच्छा. इधर में कितना साल हो गया? यहाँ में तो 25 साल हो गया. 25 साल हो गया. अच्छा 2011 से. अच्छा 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 अच्छा. ओके भाई, हाय. हाय, हेलो बोलो. ഹലോ ബോലോ. നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.